മനുഷ്യനെ വി എസിന്റെ സ്നേഹം ഏറ്റുവാങ്ങാത്തവർ ഇന്ന് വളരെ കുറവായിരിക്കും. വി എസ് എത്താത്ത സമരമേഖലകളില്ലായി. ശരി ബിനോയ്, മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിജയൻ, കാസർഗോഡ് നിന്നുള്ള വിജയനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ വിജയൻ. എങ്ങനെയാണ് താങ്കൾ വി എസിനെ ഓർത്തെടുക്കുന്നത്? ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരാള്, ഏറ്റവും വലിയ ഒരാള്. എന്റെ ജീവനാണ് വി എസ്. ഞാൻ 15 വയസ്സ് രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവനാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് കൊല്ലുള്ളൂ, ഏത് കാര്യമില്ലൂ. ഞാനും കോടിയേരി വിജയനും പിണറായി വിജയനും മറ്റേ കൊടിയേരി ബാലകൃഷ്ണൻ ഞങ്ങൾ 75 ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. അതായത് കയ്യിക്കാനാണ് തോറ്റ കടന്നപ്പള്ളി. ആ സമയത്ത് ഞാൻ അന്ന് ചെറിയ കുട്ടിയായിരുന്നു, എനിക്ക് 16 വയസ്സ്. അന്ന് ഞാൻ പിന്നെ അന്ന് മുതൽ ഞാൻ വേറെ എല്ലാവരെയും, പിണറായിനെയും വി എസിനെയും കോടിയേരി, ഈ പറഞ്ഞ മാതിരി എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് വി എസ് ആയിരുന്നു. വി എസ് പറഞ്ഞാൽ എനിക്ക് ഏടെ വി എസ് വന്നു അവിടെ എത്തും. അത്ര സ്നേഹമായിരുന്നു എനിക്ക് വി എസോട്. വി എസോട് പറയാനൊക്കെ വാക്കില്ല, എങ്ങനെ പറയേണ്ടതെന്നില്ല. വളരെയധികം നന്ദി ശ്രീ വിജയൻ. ഇപ്പോൾ ഡി ബിനോയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ബിനോയ്, വളരെയധികം വൈകാരികമായിട്ടാണ് നമ്മളോട് അടക്കം പ്രേക്ഷകരെല്ലാം പ്രതികരിക്കുന്നത്. എല്ലാവരുടെയും പ്രിയ നേതാവാണ് ഇപ്പോൾ മടങ്ങാൻ ഒരു മടക്കയാത്രയില്ലാത്ത ഒരു മടക്കത്തിലേക്ക് പോകുന്നത്. വളരെയധികം ഈ ഒരു ജനസാഗരം തന്നെ നമുക്ക് തെളിയിച്ചു തരികയാണ് എത്രമാത്രം പ്രിയങ്കരനായ ഒരു നേതാവാണ് നമ്മെ വിട്ടു പിരിയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എത്തുന്നതും എല്ലാം നമുക്ക് അതിനൊരു ഉദാഹരണമായി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ബിനോയ്, തുടരാം. ഇപ്പോഴും അണം മുറിയാതെയുള്ള ജനപ്രവാഹമാണ് ദർബാർ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ, വ്യത്യസ്ത